സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയതിന് മുഖ്യമന്ത്രിക്കെതിരെ CPM-ൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. ഗവർണർക്ക് വഴങ്ങിയത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ വിമർശിച്ചു. ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നത തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ധാരണ മുഖ്യമന്ത്രി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത് ഉചിതമാവില്ല എന്നുള്ള വിമർശനം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ആ നടപടി രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ പ്രകടിപ്പിച്ചത്. കാരണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകും. അത് പ്രത്യേകിച്ചും ഗവർണറുടെ ഒരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സമരങ്ങളും മറ്റും ഏറ്റെടുത്ത് നടത്തിയത് CPIM-ഉം അതിന്റെ വർഗ ബഹുജന സംഘടനകളുമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പുണ്ടാക്കിയാൽ അത് ജനങ്ങൾ അതിനെ കാണുക, സമൂഹം എങ്ങനെയാണ് കാണുക എന്നതിനെ പറ്റിയുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായത്. ഇത് മുഖ്യമന്ത്രി ഈ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അത് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അത്തരമൊരു ചോദ്യം ചെയ്യപ്പെടൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി കൂടി ഈ യോഗങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മറ്റും പങ്കെടുത്തിരുന്നു. അപ്പോൾ അത്തരമൊരു വിമർശനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സംഘടനാപരമായ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ഒരു സംഭവ വികാസമായി തന്നെ വേണം കാണാൻ.